അങ്ങനെ ജീരകവും ഏലക്കയെല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും നല്ല പഴുത്ത ചക്കയും മിക്സഡ് ജാറിനകത്തിട്ട് അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് ശർക്കര പാനിയും കുറച്ച് ശർക്കര ചീകിയിട്ടതും കുറച്ച് തേങ്ങയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വയണയിലൊക്കെ ഇതേ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേ കുമ്പിള് കുത്തുവാണ് കേട്ടോ, ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഇതേപോലെ അണ്ടിട്ട് ഇങ്ങനെ കുമ്പിള് കുത്തി അതിൻ്റെ സൈഡിലേക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകും. ഈ ഒരു ഷേപ്പിലാണ് ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്നത്. നമുക്കിനി ഇതിലേക്കാണ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുമ്പിളപ്പം എന്നാണ് പറയുന്നത്. ചക്ക കുമ്പിളപ്പമാണ് ഞങ്ങൾ ഇന്ന് 4 മണിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം നമുക്കിങ്ങനെ വയണയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റാണ് ഇത് വേകാൻ വേണ്ട സമയം. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ദേ ചക്ക കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ വയണയപ്പം എന്നും പറയും കേട്ടോ. പല നാട്ടിലും പല രീതിയിലാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.